നീ നിന്ന് പോകാതെ നീ നിന്റെ വീട്ടിൽ പോകാൻ നോക്ക്. നീ നിന്റെ വീട്ടിൽ തന്നെ വിളിച്ചാൽ മതി. ബാക്കി ലച്ചു അയച്ചു പുള്ളിയുടെ നമ്പർ അയച്ചു തരാം. നീ പുള്ളിനെ വിളിച്ച് ഒരു ഡിവോഴ്സ് കേസ് അങ്ങോട്ട് ഫയൽ ചെയ്യും. ചേട്ടാ ഇവരിപ്പോ എന്തിനാ ഇങ്ങോട്ട് വരണം? ഹലോ, അങ്ങനെ നമ്മുടെ ഉപ്പും മുളകിൽ നമ്മുടെ ലച്ചു പണി മേടിച്ചു കൂട്ടുന്നു, പണി ചോദിച്ച് മേടിക്കുന്നു എന്നൊക്കെ പറയാട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ ലച്ചു ഒരു കൂട്ടുകാരിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര ഉപദേശം, നീ അങ്ങനെ സൈറ്റൊന്നും നിൽക്കേണ്ട ആവശ്യമില്ലാടി, നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യടി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഉപദേശേ. പിന്നീട് അപ്പം നമ്മുടെ ഭവാനമ്മയും സിദ്ധുവും കേശുവും ഒക്കെ ഇങ്ങനെ ഭയങ്കര അന്തം വിട്ട് നിൽക്കുവാട്ടോ. ലച്ചു ചേച്ചി ഇത് ആരുടെ കാര്യത്തിൽ ഈ തീരുമാനമൊക്കെ പറയുന്നേ എന്നുള്ള രീതിയിൽ. പിന്നെ നമ്മുടെ ലച്ചു ഭയങ്കര സീരിയസ് ആയിട്ട്, ഞാനൊരു വക്കീലിന്റെ നമ്പർ തരാം, നീ ആ ബന്ധം വെച്ച് പുലർത്തണ്ടടി, ആ നിന്റെ അമ്മായിമ്മയും കണക്കാടി, നിന്റെ അമ്മായിമ്മ കൂട്ട് നിൽക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇടപെടല്. അപ്പൊ തന്നെ നമ്മുടെ ഭവാനിയമ്മ പറയുന്നുണ്ട്, ആ ഇത് ലച്ചുവിന് തന്നെ പണി വരാനാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചെക്കനും പെണ്ണും, അതായത് നമ്മുടെ ലച്ചുവും സംസാരിച്ച കൂട്ടുകാരത്തിയും അതിന്റെ ഭർത്താവും പിരിയണം എന്നും പറഞ്ഞ് നമ്മുടെ ലച്ചു പറഞ്ഞു കൊടുത്ത ഭർത്താവും കൂടെ ഇവരുടെ വീട്ടിലോട്ട് പാറമട വീട്ടിലേക്ക് കയറി വരുന്ന ദൃശ്യങ്ങളാട്ടോ കൂട്ടുകാരെ ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിച്ചതേ. അപ്പൊ ഇവരുടെ വരവ് കാണുമ്പോൾ തന്നെ നമ്മുടെ കേശുവും സിദ്ധു അളിയനും ലച്ചു ചേച്ചിക്ക് പണി വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ലച്ചു ആണെങ്കിൽ ഇവരെ കണ്ടപ്പോൾ തന്നെ ഞെട്ടി, ഇവരെന്തിനാണ് ഇങ്ങോട്ട് വരുന്നേ എന്നുള്ള രീതിയിൽ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പൊ ഇനി എന്തൊക്കെ പുകിലായിരിക്കും വരാൻ പോകുന്നത് അല്ലേ? കാത്തിരിക്കാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഹെറാം ദി മലയാളി സൈനിങ് ഓഫ്.